ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. 1. സാംക്രമിക രോഗമായ വട്ടച്ചൊറിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഫംഗസ്. 2. സീറോസിസ് രോഗബാധ ഏത് അവയവത്തെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്? കരൾ. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയുടെ പരിസരത്തെ ശബ്ദപരിധി എത്ര? 50 ഡെസിബൽ. ഏതു നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ഗോമുഖ ഗുഹ? ഗംഗ. കുങ്കുമപ്പൂവ് കൃഷിക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ പ്രദേശം? ഡാർജിലിംഗ് കുന്നുകൾ. ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം ഏത്? റൗലറ്റ് നിയമം. അച്ചൻ കോവിലാർ ഏതു നദിയുടെ പോഷക നദിയാണ്? പമ്പ. മുമ്പ് ബേക്കർ എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ പേര്? കുമരകം പക്ഷിസങ്കേതം. ഒരു നാലക്ക സംഖ്യയിൽ നിന്ന് അതിൻ്റെ അക്കത്തുക കുറച്ചപ്പോൾ 725 എന്ന് കിട്ടി. എയുടെ സ്ഥാനത്തെ അക്കം ഏത്? ഒരു സംഖ്യയിൽ നിന്ന് അതിൻ്റെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന സംഖ്യ 9ൻ്റെ ഗുണിതമായിരിക്കും. ഇപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം. 428. 428 നിന്ന് അതിൻ്റെ അക്കങ്ങളുടെ തുക 4 + 2 6, 6 × 8 14, 4 1 414. 414 എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമാണ്. കാരണം ഇതിലെ അക്കങ്ങളുടെ തുക 4 1 5 4 9. 9ൻ്റെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ ഏത് സംഖ്യ എടുത്താലും അത് ശരിയാണ്. വേറെ ഏത് എക്സാമ്പിൾ എടുത്ത് നോക്കിയാലും ശരിയാണ്. 1561. അതിൻ്റെ അക്കങ്ങളുടെ തുക എന്ന് പറയുമ്പം 1 5 6 6 6 12 1 13 4 6 1548. ഇതിൻ്റെ അക്കങ്ങളുടെ തുക 1 5 6 4 10 8 18 എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഈ സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ ഏത് സംഖ്യയുടെ അക്കങ്ങളുടെ തുക ആ സംഖ്യയിൽ നിന്ന് കുറച്ചാലും കിട്ടുന്ന സംഖ്യ 9ൻ്റെ ഗുണിതമാണ്. അപ്പോൾ ഇവിടെ 725 എന്ന് പറയുന്നതും 9ൻ്റെ ഗുണിതമാണ്. ഇനി 7 2 9 5 14. ഇവിടെ വരാൻ പോരുന്ന സംഖ്യയും കൂടെ കൂട്ടുമ്പം 9ൻ്റെ ഗുണിതം കിട്ടണം. അപ്പം 14 5 19 9ൻ്റെ ഗുണിതമല്ല. 14 6 20 9ൻ്റെ ഗുണിതമല്ല. 14 3 17 9ൻ്റെ ഗുണിതമല്ല. 14 4 18 9ൻ്റെ ഗുണിതമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്.